അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നോക്കുക, നിങ്ങൾ ചുറ്റുഭാഗം നോക്കുക, ഒരു സാധാരണ റൂമിലാണ് നിൽക്കുന്നതെന്ന് തോന്നും അല്ലേ? വളരെ നന്നായിട്ട് അലങ്കരിച്ച ഒരുപാട് നല്ല ഡിസൈൻസ് ഒക്കെ ഉള്ള ഒരു റൂമിലാണ് നിൽക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഇതാണ് രസം, ഇപ്പം നിൽക്കുന്നത് ഹൗസ് ബോട്ടിലാണ്. ദാൽ തടാകത്തിലെ ഒരു മൂലയ്ക്ക് ഉള്ള ഒരു ഹൗസ് ബോട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതിഗംഭീരമായിട്ടുള്ള അലങ്കാരങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഭക്ഷണം ഒരുക്കി കഴിഞ്ഞു. ഇവിടെ കാശ്മീരി വിഭവങ്ങളാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ തനതായിട്ടുള്ള ഭക്ഷണം ആണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേക ചിക്കൻ ഐറ്റമാണ് ഇത് ഇവിടെ വിളമ്പിയിട്ടുള്ളത്. അതുപോലെ ഇത് വെജ് കറിയാണ്, ചോറുണ്ട്, പിന്നെ ഇവിടെ ചപ്പാത്തി ഉണ്ട്. ഇങ്ങനെ നല്ലൊരു കുറേ ഐറ്റംസും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് ഇവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് എന്താ പറയാ, ഒരു രസം കൂട്ടുന്നത് എന്താ വെച്ചാൽ ഈ ചുറ്റുഭാഗമാണ്. വല്ലാത്തൊരു ആംബിയൻസാണ്, ഭയങ്കരമായ ലൈറ്റും ഈ ചുറ്റുപാടത്തെ അലങ്കാരമൊക്കെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല അലങ്കരിച്ച നല്ലൊരു വീട്ടിൽ ഇവിടെ ഇരിക്കാൻ തോന്നും. പക്ഷേ ഇതൊരു ഹൗസ് ബോട്ടാണ്, അതും ലോകപ്രസിദ്ധമായിട്ടുള്ള ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട് ഒരു കൗതുകത്തിനായി ആദ്യം കാണിച്ചെന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹൗസ് ബോട്ടാണ് അക്കരെ ദൂരെയായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ എത്തിച്ചേരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ നമുക്ക്. അപ്പോൾ ഇന്നത്തെ താമസം ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ വേറെ ചെറിയ തോണിയിലാണ്. അത് നല്ല രസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബാഗെല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാ സാധനമായിട്ടും ഹൗസ് ബോട്ടിലേക്ക് പോകാൻ 5 ദിവസത്തെ കാശ്മീർ ട്രിപ്പിനാണ് വന്നിട്ടുള്ളത്. അതിൽ ഇന്നത്തെ സ്റ്റേ ഒരു ഹൗസ് ബോട്ടിലാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ പതിവ്. ഇവിടെ ഹൗസ് ബോട്ടിൽ താമസിക്കാൻ എത്തുന്നവരെ ഒരു തോണിയിൽ ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യുക. ഇതിപ്പോൾ വേറൊരു കൂട്ടർ നമ്മളെപ്പോലെ ഹൗസ് ബോട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഈ ദൂരെ കാണുന്ന ഹൗസ് ബോട്ടിലാണ് നമ്മുടെ താമസം. അപ്പോൾ ഇതാ ഇവിടെ ഇക്കരെ തുഴഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹൗസ് ബോട്ട്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. കാശ്മീരിൽ വന്നാൽ ഒരു ദിവസത്തെ സ്റ്റേ എന്തായാലും ഇത്തരം ഒരു ഹൗസ് ബോട്ടിലായിരിക്കണം. ഇനി ഈ ഹൗസ് ബോട്ടിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതൊരു ചെറിയ ഇടനാഴിയാണ്. ഇതിലെങ്ങനെ പോകുമ്പം വേറെയും റൂമുകൾ കാണാൻ പറ്റും. നമ്മുടെ റൂമിലേക്ക് കയറുകയാണ്. നല്ലൊരു അന്തരീക്ഷമായിരിക്കും റൂമിനകത്ത് കാണാൻ പറ്റുക. നല്ല വൃത്തിയും വെടിപ്പുള്ള അന്തരീക്ഷമാണ്. ടോയ്ലറ്റ്, ബാത്റൂം എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് വരാന്തയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് വല്ലാത്തൊരു അനുഭവമാണ്. ഒരുപാട് ഷിക്കാര റൈഡ് ബോട്ടുകൾ, വെള്ളത്തിൽ കൂടി ഒഴുകി നീങ്ങുന്ന ചെറിയ കച്ചവടക്കാർ, ഇങ്ങനെ വല്ലാത്തൊരു ആംബിയൻസാണ്. ഇവിടെ ചായ കുടിക്കാനൊരു ചെറിയ സെറ്റപ്പ്. അപ്പം നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചായ ആസ്വദിക്കാം. ഇത് ശ്രീനഗറിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രമായിട്ടുള്ള ദാൽ തടാകമാണ്. ഈ ദാൽ തടാകം എന്ന് പറയുന്നത് ഏകദേശം 5-6 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ചെറിയ ബോട്ടുകളുണ്ട്. അപ്പോൾ അതിലെ റൈഡിങ്ങിന് പറയുന്നത് ഷിക്കാര റൈഡിങ്. അത് 1 മണിക്കൂർ, അതുപോലെ 1.5 മണിക്കൂർ, 2 മണിക്കൂർ ഇങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും. നോർമൽ നമ്മളെ പാക്കേജിലൊക്കെ 1 മണിക്കൂർ ഷിക്കാർ റൈഡിങ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതൊരു ഹൗസ് ബോട്ടാണ്. ഇത്തരത്തിലുള്ള 2000-ൽ അടുത്ത് ഹൗസ് ബോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ കാണിച്ചതാണ്. ഈ ഹൗസ് ബോട്ടിൻ്റെ ഉടമസ്ഥൻ താമസിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ്. അതൊന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് ഹൗസ് ഓണറുടെ വീട്. അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇത് ഹൗസ് ബോട്ട്. ഈ ഹൗസ് ബോട്ടിൽ ഇപ്പോൾ ഒരു 4 ഫാമിലിക്ക് താമസിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലാണ് ഈ ഹൗസ് ഓണറുടെ വീട്. അപ്പം നമുക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് തയ്യാറാക്കുക, ഈ വീട്ടിൽ നിന്നാണ് തയ്യാറാക്കുക. അപ്പോൾ അവർക്കുള്ള നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ദിവസം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 1500 മുതൽ 10,000 വരെ റേറ്റിനുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ ഈ 4 ഹൗസ് ബോട്ട് ഫുള്ളാവുന്ന സമയത്ത് അവർക്ക് ഏകദേശം ഒരു ദിവസം നല്ലൊരു സംഖ്യ ആയിരിക്കും. അങ്ങനെ ഒരു മാസം നല്ലൊരു വരുമാനം കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഏകദേശം ഒരു 2000-നടുത്ത്
പിന്നെ ഹൗസ് ബോട്ടുകൾ ഈ ദാൽ തടാകത്തിന് ചുറ്റുമായിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു നല്ലൊരു എന്താ പറയുക വരുമാനത്തിന്റെ സോഴ്സാണ് ടൂറിസം. ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിനെ ആ ടൂറിസത്തിന് അനുയോജ്യമായി മാറ്റാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ സ്ഥലത്തും തനതായിട്ടുള്ള പ്രത്യേകത ഉണ്ടാക്കി. അപ്പം ആ പ്രത്യേകത എങ്ങനെ നമുക്ക് സമർത്ഥമായിട്ട് ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടും മറ്റ് വരുമാന മാർഗമായിട്ടും മാറ്റാൻ കഴിയുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു തെളിവാണ് ഇപ്പം ഈ ദാൽ തടാകവും അതിൻ്റെ ചുറ്റുമുള്ള ഈ ജീവിതങ്ങളും. ആ ഷിക്കാർ റൈഡിങ് നടത്തുന്ന സമയത്ത് ഒരുപാട് കച്ചവടക്കാർ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ദാൽ തടാകവുമായി മാത്രം ബന്ധപ്പെട്ട് ഒരു 10,000-കണക്കിന് ആൾക്കാരുടെ എന്താ പറയുക ജീവിതമാർഗം വരുമാനമായിട്ട് ഇത് മാറുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ചകൾ വന്നിട്ടുള്ള നമ്മളെ ദാൽ തടാകത്തിലെ യാത്ര. അതിലേക്ക് പോവുകയാണ്. ഷിക്കാര റൈഡിങ് തുടങ്ങുകയാണ്. ഇവിടുത്തെ പരമ്പരാഗത വേഷമൊക്കെ അണിഞ്ഞ് നമ്മളെ കാത്തു നിൽക്കുകയാണ് ബോട്ടിന്റെ ആള്. കാശ്മീരത്തെ ഏറ്റവും വലിയൊരു അനുഭവമാണിത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ തടാകം വേൾഡ് ഫേമസ് ആണ്, ദാൽ തടാകം. അപ്പോൾ ആ ദാൽ തടാകത്തിലെ ഷിക്കാര റൈഡിങ്ങിന് പോവാണ്. ഇപ്പോൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ തടാകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ചുറ്റും ഉള്ള കാഴ്ച എന്ന് വെച്ചാൽ അതിഗംഭീരമായ കാഴ്ചയാണ്. കാശ്മീരിലെ ഏറ്റവും വലിയ ആകർഷണമാണിത്. ദാൽ തടാകത്തിലെ രാത്രി താമസം, അത് കഴിഞ്ഞ് ഇതുപോലെയുള്ളൊരു പ്രഭാതം, അതൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള ഷിക്കാര ബോട്ടുകൾ, ചെറിയ തോണിക്കാർ, അതുപോലെ കച്ചവടക്കാർ, ഈ ദാൽ തടാകത്തിന് ചുറ്റുമുള്ള ഹൗസ് ബോട്ട് നടത്തുന്നവർ, ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവിതോപാധിയാണ് ദാൽ തടാകം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തോണി തുഴയാണ് ചെയ്യുക. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സമയത്ത് ഈ ദാൽ തടാകത്തിൻ്റെ ഉപരിതലം മുഴുവൻ മഞ്ഞ് കട്ട കൊണ്ട് മൂടും. ആ സമയത്ത് ഇതുപോലത്തെ ബോട്ട് സർവീസൊക്കെ ബുദ്ധിമുട്ടാണ്. കാശ്മീരിൽ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കച്ചവടക്കാർക്ക്, ഡ്രൈവർമാർക്ക്, അതുപോലെ തോണി തുഴയുന്നവർക്ക് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നല്ല ഉത്സാഹമുണ്ട്. In our local language, we call it nadru. It's very famous over here. Very famous. It's a vegetable. It's the stem of lotus. Stem of lotus, yes. Yes. It's like a white color stick. Hardly like 15 centimeters, 15 to 20 centimeters. Yeah. ഈ ദാൽ തടാകം കാണാൻ വേണ്ടിയിട്ട് 2 തരം കാഴ്ചക്കാരാണ് വരിക. ഒന്ന് ഈ കാലത്തെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇത് നിറച്ച് തോണികളായിരിക്കും, ഒരുപാട് കച്ചവടക്കാരുണ്ടായിരിക്കും, ആകെ ശബ്ദമയായിരിക്കും. അതുപോലെ മഞ്ഞുകാലത്ത് ഇവിടെ തീർത്തും നിശബ്ദമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ഞുകട്ടകൾ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബോട്ടുകളൊന്നും ഉണ്ടാവില്ല, ഒരു ശബ്ദവും ഉണ്ടാവില്ല, ആകെ മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്തരീക്ഷവും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ അത് കാണാനും ആൾക്കാർ വരാറുണ്ട്. ദാൽ തടാകം കാഴ്ചകൾക്കപ്പുറം ഒരുപാട് അനുഭവങ്ങളും കഥകളും നമുക്ക് നൽകുന്നുണ്ട്.